അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ലിറ്റിൽ കിറ്റി ദ ബിഗ് സിറ്റി. അങ്ങനത്തെ ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ക്യൂട്ട് ക്യാറ്റും ഇവർ തരുന്നേക്കൂടെ ഓരോരോ ഇങ്ങനത്തെ ഒരു ഓരോരോ ഇതിനെ പോലത്തെ ഇത് കണ്ടംപൂച്ചിയാണ്. ഇതേപോലത്തെ ഓരോരോ മിഷൻസ് ഒക്കെ അവർ തരും. അപ്പൊ നമ്മൾ അത് മാക്സിമം ഫിനിഷ് ചെയ്യാൻ നോക്കാം. എൻ്റെ ഇത് റെക്കോർഡ് ഒന്ന് പോയതാണ് ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അറിയാൻ ഡിലേറ്റ് ആയി പോയതാണ്. സ്പേസിലൊക്കെ ഞാൻ കുറച്ച് ഡിലേറ്റ് ഒക്കെ ചെയ്തപ്പോൾ ഡിലേറ്റ് ആയി പോയതാണ്. അപ്പോൾ മാക്സിമം ക്ഷമിക്കാതെ ചെയ്യുക. ടാസ്ക് ഒക്കെ തരും. ഫസ്റ്റത്തെ ടാസ്ക് എന്ന് ചോദിച്ചാൽ ഈ പക്ഷീനെ പിടിച്ച് പക്ഷീൻ്റെ തൂവല് ശേഖരിക്കാം. ഫസ്റ്റ് എന്നായിട്ട് ആ പക്ഷീൻ്റെ തൂവല് കണ്ടുപിടിക്കുക. നമുക്ക് ഇതിനകത്ത് വെള്ളത്തിന് കാര്യങ്ങളൊന്നും പോകാതെ കഴിയത്തില്ല. ഇവിടെ കയറി വന്നിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? എപ്പോൾ നിൽക്കുക എപ്പോൾ പെട്ടെന്ന് നിൽക്കാൻ നമുക്ക് ഞാൻ ഒച്ചയൊക്കെ കാണുന്നു. ഇവനൊന്നും നമുക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ വീട്ടിൽ പക്ഷീനെ പിടിക്കണമെങ്കിൽ ഫസ്റ്റ് ആയിട്ടുണ്ട് ഇതേപോലെ ബ്രെഡ് എടുത്തുകൊണ്ട് നമുക്ക് വേറെ ഒരു ഇതുണ്ട്, വേറെ ഒരു ഇതും കൂടി ഉണ്ട്. കാണിച്ചറ ഈ ഒരു ഇത് കൊണ്ടുപോയിട്ട് ആ ഒരു ബാസ്ക്കറ്റ് കൊണ്ടുണ്ട്. അതിൻ്റെ അകത്തിട്ട് അവർ നമുക്കൊരു ഇത് തരുന്നതായിരിക്കും. ഈ ബ്രെഡ് ഉള്ളവനെ നമുക്കിപ്പോൾ ബൂപ്പിക്കേണ്ടത്. പക്ഷെ ഞാൻ വീഴുന്നില്ല. അത് ഞാൻ നേരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് നേരത്തേക്ക് നല്ലോണം വീണായിരുന്നു. കുറെ നാല് പക്ഷീൻ്റെ തൂവലാണ് ഇതേപോലത്തെ സാധനം തരും. ഇതിപ്പോൾ എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ 13 നമ്മളെ തായിട്ടുള്ളൂ. ടോട്ടൽ 25 വേണം. അപ്പോൾ നമുക്ക് പക്ഷീനെ പിടിക്കണമെങ്കിൽ ഫസ്റ്റായിട്ട് ഈ ബ്രെഡ് ഉള്ളവനെ നിലത്തേക്ക് വീപ്പിക്കണം. ഒരു മിനിറ്റ് ഇങ്ങനെ സ്പേസ് കറങ്ങിയിട്ട് ശിവം വീഴൊന്നും ഇല്ലല്ലോ. ഹെഡ് പോയിട്ട് ആടെ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ ഇത് നമുക്ക് വേറെ മൃഗത്തില്ലാന്ന് തോന്നാട്ടോ. ഓൾറെഡി നമ്മൾ ഇങ്ങനെ ആക്ഷൻ കാണിപ്പിച്ചാൽ നമ്മളിപ്പോൾ ഒരുത്തരെ വീപ്പിക്കും. പിന്നെ നമുക്ക് ഒരുത്തരെ വീപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. ഈ ക്യാറ്റ് തന്നേക്കണം, ഈ മറ്റേ ഈ ക്രൂ തന്നേക്കണം. എന്താ വെച്ചാൽ നമ്മൾ ഓൻ്റെ വിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഈ ഇതിന് നമുക്ക് ഇപ്പോഴത്തേക്ക് പറ്റത്തില്ല. കുറച്ച് നമ്മൾ ഓടിപ്പിക്കും. ഇതിൻ്റെ അപ്പുറത്ത് എത്രയോട്ട് ഞാൻ പോകും അത്യാവശ്യം ആയിട്ടില്ല. അപ്പം നമുക്ക് ഈ പക്ഷിയെ പിടിക്കണമെന്നുണ്ട്. ബട്ട് പിടിക്കാൻ കഴിയത്തില്ല. നമുക്ക് മൂടിയാണ്ടങ്ങ് പോയിട്ട് അവിടെ അതിൻ്റെ കാസ്റ്റം വരെ അവിടെ കിടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഗെയിമിൻ്റെ സ്റ്റോറിയൊക്കെ ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഗെയിമിൻ്റെ ഇത് സംഭവം ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് വീണ ഒരു പൂച്ചയാണ്. നമ്മൾ തിരിച്ച് ബിൽഡിങ്ങിന് മേലെ പോകണം. അവർ ഈ ഇതൊക്കെ ഈ ടാസ്ക് ഒക്കെ തരുന്ന അവർ നമ്മളെ ബിൽഡിങ്ങിന് മേലെ എത്തിച്ച് തരാമെന്നൊക്കെ വാക്കൊക്കെ തന്നിട്ടാണ് നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കൊരു ബ്രെഡ് ഉള്ളവനെ കണ്ടുപിടിക്കണം. നമ്മളെ മെയിൻ സ്പോട്ട് ഏതെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ സ്പോട്ട് കുറച്ച് നടക്കണം. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ അവിടെ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ മാക്സിമം ഒന്ന് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത്. ഇതാണ് നമ്മളെ സ്പോട്ട്. ഇതാണ് നമ്മളെ മെയിൻ സ്പോട്ട്. ഇവിടെയാണ് ഏറ്റവും നല്ലോണം ആൾക്കാരൊക്കെ. ഇവൻ്റെ ബ്രെഡ് തരുന്നില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ ചെയ്യും. നമുക്കിത് ഡ്രിഫ്റ്റൊക്കെ ചെയ്യാത്ത കഴിയുക. കാറ് പോലെയാണ്. കൊണ്ടുപോയി ആടിച്ചിട്ടുണ്ട്. ഇവൻ എന്താ പറയുന്നത് വെച്ചാൽ നൈസ് ടു സീ യു ലിറ്റിൽ വൺ. അങ്ങനെ മാത്രമേ ഇവൻ പറയുന്നുള്ളൂ. നമുക്ക് ഇവനെ ഒപ്പിക്കാൻ കഴിയും. ഇവനെ ഒപ്പിക്കാൻ ഏതില്ല ഒരു ഇട്ട് ഗൈസ്. നല്ലൊരു ട്രിക്ക് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം. ഫസ്റ്റായിട്ട് ഇവിടെ നമുക്കൊന്ന് നിൽക്കണം. അതിന് ശേഷം ഇവനെ ഓടിപ്പോയിട്ട് ഒരു ബൂപ്പിക്കൽ. ഓക്കെ സെറ്റ് ഗൈസ്. അതിൻ്റെ ബ്രെഡ് നമ്മൾ നിലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പക്ഷിയും കാര്യങ്ങളൊക്കെ വരും. നമ്മളൊന്നും ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യത്തൊന്നുമില്ല കേട്ടോ. അവൻ ഗൈസ കൊണ്ട് ചാണ്ട് കൂടെ ഉണ്ട്. ഓക്കെ പക്ഷി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടില്ല. നമ്മൾ ആ പക്ഷിനാണ്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തൂവലാണ്ട് നമുക്ക് കിട്ടും. ആ തൂവലാണ് നമുക്ക് വേണ്ടത്. ആ തൂവലെടുത്തതിന് ശേഷം അടുത്ത പക്ഷി വരും ഇപ്പോൾ. ഓക്കെ യെസ്. ആ പക്ഷി അതിൻ്റെ ഫ്രണ്ടോടെ കുറച്ച് പോകാൻ വേണ്ടി പണിയായിരുന്നു. അതുകൊണ്ടാണ് അടുത്ത പക്ഷി എന്തായാലും വരുന്നുണ്ടെങ്കിൽ കാത്തിട്ട്. ഓക്കെ ആ പക്ഷി ചെറുതായിട്ട് ലാൻഡ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ 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 യെസ്. അതിന് കുത്തുന്ന വിചാരിക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് ഫ്രണ്ടോട്ടേക്ക് നമ്മൾ ജമ്പ് ചെയ്തായിരുന്നില്ല. ഓക്കെ സർപ്രൈസ്. സർപ്രൈസാ ഗൈസ്.
അത് സർപ്രൈസ് തന്നെയാണ് അവർ എഴുതിയിട്ടുള്ളത്. ഞാൻ ശരിക്കൊന്നും മൈൻഡ് ചെയ്യില്ല. അടുത്ത ആരെങ്കിലും ഒരു പക്ഷി വരുന്നുണ്ടോ? നമുക്ക് ഈ പെണ്ണുങ്ങന്മാരെ ഒന്നും വീപ്പിക്കാൻ കഴിയത്തില്ലേ? അതെന്താണ് അവരെ മാത്രം വീപ്പിക്കാൻ കഴിയാത്ത? എനിക്ക് എന്താ ആക്കി പോവേ? കീന്റെ അപ്പുറത്തേക്കൊന്ന് പോകണം. ബട്ട് ഓക്കെ, പക്ഷെ പോവാൻ കഴിയില്ല. അവിടെ ബ്ലോക്ക് ആണെന്നാണ് ഇവർ പറഞ്ഞേക്കണം. അവിടെ ഒരു പക്ഷി വരുന്നുണ്ട്. ഓക്കെ, ഡബ്ല്യു മാറാ ഫോൺ മാറിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് ഓൻ പെരുന്നേരം കാത്തുകൊണ്ടേരോ. പുതിയ വിഷയം വന്നിട്ടുണ്ട് കേട്ടോ. ഇവനെന്തായാലും കിട്ടും കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷ. കിട്ടിയിരിക്കും. ഞാൻ വെച്ചു ഫസ്റ്റ് ആയിട്ട് പക്ഷിനെ പിടിക്കുമ്പോൾ ഞാൻ എന്താ ചോദിച്ചിട്ട് പക്ഷിയെ പിടിച്ച് തിന്നാനാണ് ഇവർ പറഞ്ഞേക്കണ ടാസ്ക്. ഇവനാണ് നമുക്കൊരു ടാസ്ക് തന്നേക്കണേ. ഇത്ര തൂവലായിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് അടുത്ത ബ്രെഡുള്ളവനെ ഒപ്പിക്കണം കേട്ടോ. അപ്പം നമുക്ക് ആ ബ്രെഡുള്ളവനെ ഒപ്പിക്കുന്നതിന് ഈ പക്ഷീനെ ആ പക്ഷീനെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അത് നമ്മൾ പോവാണ് ചെയ്തേക്കാം. നമുക്ക് അവൻ്റെ ഉള്ളിൽ പോയിട്ട് അവൻ പറഞ്ഞ ടാസ്ക് എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അവൻ പറഞ്ഞേക്കുന്ന ടാസ്ക് എന്താ വെച്ചാൽ ഇതാ, ജിമ്മി ഗിമ്മി ഗിമ്മി എന്തോ അങ്ങനെ നോക്കിക്കാ പറയണേ. ഇതിനെപ്പറ്റി വർത്താനം പറയുന്നില്ല. ഇവനിക്ക് 24 മണിക്കൂറേ വർത്താനം പറയാൻ സമയം കിട്ടുന്നു. എന്താണ് ഇതൊക്കെ ഒരു ടാസ്ക് ആണോ? അതൊരു ടാസ്ക് ആയിട്ടാണ് അവര് പറഞ്ഞേക്കണം. നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മളിപ്പം വന്ന് കളിക്കാൻ തുടങ്ങിയ പാടാണ്. ഇന്നലെ രണ്ടായിട്ടാണ് ഈ ഗെയിം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ബ്രെഡും കാര്യങ്ങളൊക്കെ അവർ ചാടിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ട സ്ഥലം എന്താ വെച്ചാൽ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് പ്ലേസ്, ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പം അവിടെ പ്ലേസ് ഇല്ല. ചെമ്പിനൊക്കെ പറഞ്ഞു ഇത് ഒരു വെടിക്ക് 3 പക്ഷിയായി പോയില്ല. ഒരു ചൊല്ലുണ്ട്, ഒരു വെടിക്ക് 2 പക്ഷിന്നാണ്. മറ്റേ ഇതിൽ ഒരു വെടിക്ക് 3 പക്ഷിയാണ്. ഇതൊക്കെ ടാസ്ക് ഉണ്ട് കേട്ടോ. ഫാക്ട് 3 ഫെദർ തെക്കോണ്ടിയാണ്. അതെ, ഇതാണ് നമ്മളെടുത്ത് എറിയണേ. നിനക്ക് എന്താണ് നമ്മൾ ചെയ്യണത്? വെറുതെ നീടെ ഒച്ചപ്പാടാക്കി പോവാണ്. നമുക്ക് ഇവിടെ വെള്ളം അലർജിയാന്ന് തോന്നുന്നു. സാധാരണ ഉച്ചക്ക് വെള്ളം അലർജിയാണ്. ഇവിടെ ഒപ്പിക്കാം. ഇവിടെ കയ്യിലുള്ള ബ്രെഡ് വീഴുന്നില്ലടാ. ബ്രെഡ് വീഴത്തില്ല. ഇവന്റെ മൊബൈലാണ്ട് നമുക്ക് നോപ്പിക്കാൻ കഴിയുമോ? നമുക്ക് നടുവത്തെ ഇതിനകത്തൊന്ന് പോയിട്ടില്ല. ഒരു മിനിറ്റ് ഗൈസ്, ആ നടുവിൻ്റെ അകത്തേക്ക് ഡോണറ്റുള്ളവർ വരുന്നുണ്ട്. ൂപ്പിച്ചൊന്നുമില്ല. പെണ്ണുങ്ങളെ ഊപ്പിക്കാൻ കഴിയും. ബട്ട് നാളെ ഇവര് ഫുള്ള് ഉടായിപ്പാക്കുന്ന ഒരു ഗെയിം ആയിട്ടുണ്ട്. ഞാൻ തിങ്കളാഴ്ച കാര്യങ്ങളൊക്കെ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും വരുന്നതായിരിക്കും. ഇത് തുടക്കത്തിലായിക്കൊണ്ട് തന്നെ കുറച്ച് ക്ഷമിക്കുകയൊക്കെ ചെയ്യണം ഗൈസ്. എന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ കുറച്ച് ഫസ്റ്റ് ലോങ് വീഡിയോ ഒന്നുമില്ല, 3 ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. നല്ല ഗെയിമും കാര്യങ്ങളൊക്കെ വരുന്നായിരുന്നു. നമ്മളെന്താ ചെയ്തിന് ഗൈസ്? ഒരു വെറുതെ പറഞ്ഞു ഇതും ഫുള്ള് ചെയ്യാൻ പോലുള്ള ശക്തി ഇല്ലേ ഈ പൂച്ചക്ക്. ഇതിൽ എന്ത് പൈസ കിട്ടോ? പൈസ ഇല്ലല്ലേ. നമ്മൾ ഈ പീടിയിലെ അമ്മൂമ്മയാണ് മറ്റേ ആ മൂലക്കൊക്കെ ആൾക്കൊന്ന് ജാറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് പെട്ടെന്ന് റണ്ണും കാര്യങ്ങളൊക്കെ ചെയ്യേ. ഈ വീഡിയോ 9 മിനിറ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇത്രയും സമയമൊന്നും കാണത്തില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരോ പൊട്ടത്തരം പറയുന്ന അത് ആയിക്കൊണ്ടാണ്. നമ്മൾ ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് തോന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറണം. നല്ല ട്രിക്കിൻ്റെ നേരെയാണ് കയറുകയാണ്.
ആ ഗൈസ് ട്രിക്ക് ഉണ്ട് ഗൈസ് ട്രിക്ക് ഉണ്ട് ലാസ്റ്റ് ഒരു ട്രെയിൻ കൂടി ഞങ്ങൾക്ക് ആവും ഒരു സംശയം ആവത്തില്ല ഈ കുരങ്ങൻ പട്ടി എന്തിനീ കുരക്കുന്ന സോറി ഈ കാക്കൊന്നും സാധാരണ പൂച്ചക്ക് കാക്കനെ മാത്രമല്ല അടിക്കാൻ കഴിയത്തുള്ളൂ ഇതൊന്നും കാക്ക പൂച്ചനെ മാത്രം അടിക്കുന്നു ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് പക്ഷെ പ്രോബ്ലം ആണ് ഗ്രിപ്പിന് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് എല്ലാവരും മാക്സിമം